അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ അടുത്ത കാലത്ത് ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ വഹാബിസത്തിലേക്ക് കൊണ്ടുപോയ രണ്ട് മൗലവിമാർ, ഒന്ന് തലയെക്കെട്ട് കെട്ടിയ വഹാബിയും ഒന്ന് തലയെക്കെട്ട് കെട്ടാത്ത വഹാബിയാണ്. അവരെ രണ്ടാം പ്രഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മളിവിടെ അടുത്ത് വരുന്ന അഹ്സനുണ്ടല്ലോ ഖാജ, മൂപ്പരെന്ന് പറയട്ടെ, ഷെയ്ഖിന്റെ അടുക്കല് മൂപ്പരിക്കൊരു ഷെയ്ഖുണ്ട്. അതാരാ? അതൊരു ഷെയ്ഖുണ്ട്, ഒരു കുരുവട്ടൂര് ഒരു ഹാഫിദ് ഉണ്ട്. കുരുവട്ടൂര് ഹാഫിദ് മൂപ്പരാണ് ഇപ്പൊ കാണാൻ വലിയ ഇപ്പൊ ലോകത്തിന്റെ അപ്പോഴത്തെ ഒരു കൺട്രോളറാണ് മൂപ്പര്, മുദബ്ബിറുൽ. അപ്പൊ മൂപ്പരൊക്കെ ഷെയ്ഖ് അടക്കമുള്ള എല്ലാ ഷെയ്ഖുമാരുടെ അവസ്ഥ എന്താ? അവരൊക്കെ മജ്ലിസിലെ ആണും പെണ്ണും ഒക്കെ ഇനി വന്ന് മൂപ്പർക്ക് തോന്നിയോലെ അടുത്തിരുത്തും, മൂപ്പർക്ക് തോന്നിയോരെ കണ്ട് ഹിദ്മത്ത് ചെയ്യിപ്പിക്കും. അതൊന്നും കണ്ടിട്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലാന്ന്. ഔലിയാക്കന്മാര് ഷെയ്ഖന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താണ്? അവർക്കെന്ത് പെണ്ണ്? അവർക്കൊക്കെ ഒരാണും പെണ്ണും കല്ലുമ്മൽക്ക് നോക്കണതും ഒരു കല്ലുമ്മ തൊടുന്നതും ഒരു മൃഗത്തെ നോക്കണതും ഒരു മൃഗത്തെ തൊടുന്നതും ഒക്കെ പോലെയുള്ള ഒരു പെണ്ണിനെ തൊടുന്നത് മാത്രമല്ല, ഒരിക്കൽ വേണമെങ്കിൽ പെണ്ണിനെ ആണാക്കാൻ പറ്റും, ആണിനെ പെണ്ണാക്കാൻ പറ്റും. എന്തിനേറെ ആകാശത്തെ ഭൂമിയാക്കാനും ഭൂമിയെ ആകാശാക്കാനും പറ്റുന്നേ. എന്തൊക്കെയാ നമ്മൾ അഹ്സനി വിടുന്ന ബടായി. കേട്ടോളി നിങ്ങൾ, അതൊന്ന് കേൾക്കി. മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും? മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ്, മൃഗം, കല്ല് ഇതൊക്കെ സമമല്ലേ? ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും ഇവർക്ക്? അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വൻ നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി. കണ്ടില്ലങ്ങൾ എന്തൊക്കെയാണ് ഈ ചെങ്ങായി പറയുന്നത്? എന്ത് ഇബ്ലീസിന്റെ ഭർത്താനായി പറയുന്നത്? ഓല കൂടെ ഔലിയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാൽ നമ്മളൊരു പൂച്ചനായിട്ട് നടക്കണമായിരുന്നല്ലേ കണ്ട പോരേന്ന്. എന്റെ ഭാര്യ ഇജു എന്റെ പെൺകുട്ടികളൊക്കെ അയാൾക്ക് സമാണ്. എന്റെ പെൺകുട്ടിനെ ഒന്ന് ഇവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നിർത്തി കൊടുക്കണം. എന്റെ ഭാര്യ ഒന്ന് നിന്റെ കൂടെ കടന്നോട്ടെ എന്ന് പറഞ്ഞാൽ കടന്നു കൊടുക്കണം. മൂപ്പര് രാത്രിയാവുമ്പോ അത് ഒഴിഞ്ഞ് ശരിയാക്കിയിട്ട് ഇപ്പൊ ആണിനെ പെണ്ണിനെ കാണാക്കും മൂപ്പരേ. അതൊന്നൊരു വിഷയമല്ലേ. അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടാന്ന്. എന്താടോ അഹ്സനി, എന്താടോ നിന്റെ ദീന്, ഏതാടോ നിന്റെ മതം? നിങ്ങൾ ആ സലഫിക്ക് മറുപടി പറയണത് നോട്ട് ചെയ്ത് മറുപടി പറ മറുപടി. എന്നിട്ട് അതൊക്കെ ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? കേട്ടില്ലേ സഹോദരന്മാരെ? ഹുസൈൻ എന്ന് പറയുന്ന വഹാബിക്ക് ഇതൊക്കെ പറയാൻ വേണ്ടി ഏണിയൊരുക്കി കൊടുത്ത നൗഷാദ് എന്ന് പറഞ്ഞ മറ്റൊരു വഹാബി, നവൻ വഹാബി, തലയെക്കെട്ടും കെട്ടിയിട്ട് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ ഇല്ലാത്ത ഓരോ വാദങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പേരിൽ വെച്ച് കെട്ടിയപ്പോൾ ഈ ഹുസൈനെ പിടിക്കാനും തല്ലാനും ഒരു ക്ലിപ്പാകുകയും അതുമൂലം ഒരുപാട് ആൾക്കാരെ ഈമാൻ തെറ്റിച്ചുകൊണ്ട് വഹാബിയത്തിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചു. നൗഷാദിൻ്റെ ദഅവത്തിൻ്റെ ഭാഗമാണത്. നൗഷാദ് ഞാൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാരെ വഹാബിയാക്കിക്കോളാം എന്ന് എഗ്രിമെൻ്റ് ചെയ്ത് ഇറങ്ങിയതാണ്. നിങ്ങളെ കൂട്ടത്തിൽ എത്ര പേർക്കറിയാം? അതാണ് അവൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ഷെയ്ഖിൻ്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും ഒക്കെ അതൊരു പൂച്ചക്കുട്ടിയെ പോലെ കരുതിയാൽ മതി. പൂച്ചക്കുട്ടിനെ വളർത്തുന്നത് പോലെ തൊട്ട് ഇഞ്ഞുകാണ്ട് തലോടിക്കാണ്ട് ആരാൻ്റെ ഭാര്യേനെ ഷെയ്ഖിൻ്റെ കൂടെ കെടുത്തി പോവുക. എത്ര സുന്ദരമായ നിലക്ക് തോന്നിയാസായി പറഞ്ഞത്. അതിനെയാണ് ഹുസൈൻ സലഫി ചോദ്യം ചെയ്തത്. എന്നിട്ട് അതിന് മറുപടി പറഞ്ഞോ? വേങ്ങരയിൽ ഹുസൈൻ പ്രസംഗിച്ച പിറ്റേന്ന് വന്നിട്ട് നൗഷാദ് വന്ന് പറഞ്ഞിട്ട് ഇതിനെ സംബന്ധിച്ച് അമ്മ മുണ്ടിയിട്ടില്ല. മുണ്ടാവന് പറ്റുമോ? തോന്നിയാസം പറഞ്ഞു പോകുമെന്നല്ലാതെ. അല്ലെങ്കിൽ വഹാബികളായ ആരെങ്കിലും പറഞ്ഞതിന് മറുപടി ഇപ്പോൾ പറയാറുണ്ടോ? ഇല്ല. ഓനിങ്ങനെ തിന്നണം, ബഹുമാനപ്പെട്ട പെരുമൾ ഉസ്താദിനെ തിന്നണം, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ തിന്നണം, അങ്ങനെ പച്ചമാംസം തിന്നുന്നല്ലാതെ സുന്നത്ത് ജമാഅത്ത് ഇന്നതാണെന്ന് പറയാൻ ഓനിപ്പോൾ കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഓപ്പ പറയേണ്ടത് ഷിയായിസാണ്. വഹാബിസത്തിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ഷിയായിസം. ഷിയായിസത്തിലൂടെയാണ് വഹാബിസം വളരുന്നത്. കുരുവട്ടൂരിസത്തിലൂടെയാണ് വഹാബിസത്തിൻ്റെ വളർച്ച. വഹാബിസത്തിലെ ആളെ കിട്ടണം വെച്ചെങ്കിൽ ഇപ്പം ഈ കുരുവട്ടൂരി ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് സുന്നത്ത് ജമാഅത്ത്, ഇതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് കാട്ടിയാൽ ഇത് കേൾക്കുന്നവരെ മൊത്തം വഹാബി വളരും. അതാണ് ഇപ്പോഴത്തെ കുരുവട്ടൂരിസത്തിൻ്റെ ദഅവത്ത് എന്ന് പറയുന്നത്. ഒരു ഉളുപ്പ് പറഞ്ഞ സാധനം
നൗഷാദിനില്ല, വഹാബിക്കുമില്ല. ഇത് രണ്ടും എഗ്രിമെൻ്റാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ, അപ്പം ഇജ്ജ് ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ, അപ്പം നിങ്ങളെ കൂട്ടത്തിൽ കുറേ ആൾക്കാരെ കിട്ടും അല്ലേ? ഇല്ലയെന്ന് ആര് കണ്ടു? ഈ നൗഷാദിനെ സംബന്ധിച്ചിടത്തോളം നൗഷാദിൻ്റെ പഴയകാല ഹിസ്റ്ററി നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. സംവാദത്തിൽ ഭയങ്കര ശത്രുക്കളെ പോലെ ഇങ്ങനെ മണ്ടനമൊക്കെ ഉണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ അന്തർധാര സജീവമാണ്. കായക്കൊടിയുമായി നല്ല ബന്ധമാണ്. അതുപോലെ സക്കരിയുള്ള കാലം നല്ല ബന്ധമായിരുന്നു. ഫൈസലിനായിട്ട് നല്ല ബന്ധമാണ്. ക്ലിപ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറും. നാളെ ഞാൻ ഇന്നേ ചോദിക്കും, അപ്പോൾ ജാ കിതാബ് കൊണ്ടുവരേണ്ടി. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉറപ്പിക്കുന്ന കച്ചവടം. അതിലൂടെ നമുക്ക് ലുബാബ മീഡിയ വളരണം. ആ മീഡിയയിലെ ഒരു ആക്ടറായിരുന്നു രാമന്തളി മുഹമ്മദ്. ഇന്നിപ്പോൾ അയാൾ സ്വർഗത്തിലാണ്. ഏതാണെങ്കിലും കേരള മുസ്ലിങ്ങളെ മൊത്തവും വഹാബിയത്തിൻ്റെ വിഷബീജത്തിൽ മുക്കിക്കൊല്ലാമെന്ന് വാഗ്ദത്വം ചെയ്ത് ഇറങ്ങിപ്പുറപ്പെട്ട നൗഷാദിൻ്റെ ഏതെല്ലാം പുതിയ പുതിയ തന്ത്രങ്ങൾ ഇറക്കുമെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് മുതലെടുക്കുന്ന വഹാബികളെയും നമുക്ക് കാണാം. ഇവൻ വഹാബിയത്തിൻ്റെ മറ്റൊരു ഏജൻ്റാണ്. പ്രത്യക്ഷത്തിൽ അവൻ്റെ ശത്രു എന്ന് നമുക്ക് തോന്നിയാലും ഇവൻ മൂലമാണ് ഇന്ന് വഹാബിസം വളരുന്നത് എന്നത് പരമമായ സത്യമാണ്. ഇവൻ്റെ പ്രസംഗം എവിടെ നടന്നോ അവിടെയൊക്കെ വഹാബി വളർന്നിട്ടേ ഉള്ളൂ.